ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നതിനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നോമ്പിൻ്റെ ശ്രേഷ്ഠ ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് നോമ്പ്. നോമ്പിൻ്റെ ദിനങ്ങൾ വളരെ പ്രത്യാശ പകരുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയാണ് സ്വർഗ സിയോനിൽ എത്തിച്ചേരുക എന്നത്. അതിനായി നമ്മെ പാകപ്പെടുത്തുന്ന ദിനങ്ങളാണ് പരിശുദ്ധ നോമ്പ് ദിനങ്ങൾ. നിത്യതയിലേക്കുള്ള യാത്രയിൽ നിത്യതയിൽ എത്തിച്ചേരുന്നതിനു വേണ്ടി നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ത്യജിക്കേണ്ട കാര്യങ്ങൾ ത്യജിക്കുവാനും സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുവാനും നമ്മെ തന്നെ ഒരു ആത്മപരിശോധന നടത്തി നമുക്ക് ദൈവത്തോടുള്ള ബന്ധം പുതുക്കി കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും നമ്മിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുവാനുമുള്ള ദിനങ്ങളായി ഈ നോമ്പ് കാലമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പ് ജീവിതത്തിൽ ഉടനീളം അനുവർത്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. നോമ്പ് ആചരിക്കുന്നതിലൂടെ ക്രിസ്തീയ ജീവിതത്തിൽ കൂടുതൽ വളരുവാനും ശത്രുവിൻ്റെ കെണികളിൽ അകപ്പെടാതെ ശത്രുവിനെ ജയിക്കുവാൻ ആത്മാവിൽ ബലപ്പെടുവാനായി നമുക്ക് സാധിക്കും. നോമ്പും ഉപവാസവും ക്രിസ്തീയ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനുള്ള ആയുധങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം ജനങ്ങളോട് സംസാരിച്ചത് ഉപമകളിലൂടെയാണ്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാൻ തക്ക വിധത്തിൽ അവരുടെ ജീവിത സാഹചര്യവുമായി നിരന്തരം ബന്ധമുള്ള കാര്യങ്ങളാണ് ഉപമകളായി സംസാരിച്ചത്. ഇവിടെ 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യം എത്ര വലിയതാണെന്നും അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്നും വിവിധ ഉപമകളിലൂടെ യേശു ജനങ്ങളോട് സംവാദിക്കുന്നു. ഇവിടെ സ്വർഗരാജ്യത്തെ ഒരു വലയോട് ഉപമിച്ചിരിക്കുന്നു. The kingdom of heaven is inclusive. ഒന്നാമതായി 13-ാം അധ്യായം 47-ാം വാക്യത്തിൽ സ്വർഗരാജ്യത്തേക്കുള്ള ഒരു പരസ്യമായ ഒരു ക്ഷണമാണ്. വല സുവിശേഷത്തിൻ്റെ സന്ദേശമാണ്. ഈ സുവിശേഷം ഒരു പ്രത്യേക സമൂഹത്തിന് മാത്രമല്ല, സർവ്വജനത്തിനുമുള്ള ഒരു ക്ഷണമാണ് ഈ സുവിശേഷം. എല്ലാ ജനങ്ങളെയും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ സുവിശേഷം എന്ന വല കടലിൽ ഇടുന്ന ഒരു വലയിൽ എല്ലാവിധ മത്സ്യങ്ങളും പ്രവേശിക്കുന്നു. ഒരു പ്രത്യേക ഇനത്തിലുള്ള മത്സ്യങ്ങൾ മാത്രമല്ല, എല്ലാതരം മത്സ്യങ്ങളും ഇതിൽ പ്രവേശിക്കുന്നു. നല്ലവയും മോശമായതും ഒരേപോലെ വലയിൽ അകപ്പെടുന്നു. ദൈവത്തിൻ്റെ രാജ്യത്തിൽ എല്ലാവർക്കും പ്രവേശനമുണ്ട്. നാം ഈ സുവിശേഷം എന്ന സന്ദേശം കേട്ടിട്ട് യഥാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുവാൻ നാം തയ്യാറാണോ? ശാന്തമായി ചിന്തിക്കാം. ഈ നോമ്പ് ദിനങ്ങളിൽ നമുക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുക, അല്ലെങ്കിൽ സുവിശേഷം എന്ന വലയിൽ അകപ്പെടുവാൻ തയ്യാറാകാം. The separation of the righteous and the wicked 48 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ കടലിലിട്ട വല നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയിൽ കയറ്റി. ശേഷം ഒരു വേർതിരിക്കലാണ് അവിടെ നടക്കുന്നത്. കടലിൽ നിന്നും വലയിൽ എല്ലാതരം മത്സ്യങ്ങളും പ്രവേശിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു തരംതിരിക്കൽ ആവശ്യമാണ്. എല്ലാ കടൽ ജീവികളും ഭക്ഷ്യയോഗ്യമല്ല. അതിനാൽ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങൾ മാത്രം വേർതിരിച്ച് ശേഖരിക്കുകയും മോശമായവ വീണ്ടും കടലിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്യുന്നു. 49-ാം വാക്യത്തിൽ അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദേവദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്നും ദുഷ്ടന്മാരെ വേർതിരിക്കും. അവസാന നാളിൽ ഇത്തരത്തിലൊരു ആത്മീയ വേർതിരിവുണ്ടാകും. വലയിൽ അകപ്പെട്ട മത്സ്യങ്ങളെ വേർതിരിക്കുന്നത് പോലെ ദൈവം തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ അർഹരായവരെയും അനർഹരെയും തമ്മിൽ വേർതിരിക്കും. ഈ വേർതിരിവ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, വിശ്വാസത്തോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അതായത് നാം വിശ്വസിക്കുന്നുവെന്ന് പറയുകയും എന്നാൽ നമ്മിൽ ഫലമില്ലാതെ ഇരുന്നാൽ എന്ത് പ്രയോജനം? അതിനാൽ ഈ നോമ്പ് കാലം നമ്മെ തന്നെ ചെത്തി വെടിപ്പാക്കി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമ്മെ തന്നെ ഒരുക്കാം. അങ്ങനെ ആത്മീയ വിധിനാളിൽ വേർതിരിക്കപ്പെടുമ്പോൾ നാം ദൈവത്തിൻ്റെ പക്ഷത്തിലായിരിക്കാൻ പ്രാർത്ഥിക്കാം. റിയാലിറ്റി ഓഫ് ജഡ്ജ്മെൻറ്റ് 50-ാം വാക്യത്തിൽ അവൻ അവരെ തീച്ചൂളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നമ്മുടെ കർത്താവ് സ്നേഹവും കരുണയുമുള്ള ദൈവമാണ്. അവൻ നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. ദൈവവചനം കേട്ടിട്ടും അല്ലെങ്കിൽ സുവിശേഷമാകുന്ന വലയിൽ അകപ്പെട്ടിട്ടും അതിനനുസരിച്ച് ജീവിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഏവർക്കും ശിക്ഷാവിധി ഉണ്ടാകും. യാതൊരു സംശയവുമില്ല.
ദുഷ്ടന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും നിത്യമായി വേർതിരിക്കപ്പെടും. അവരെ തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ ഭയാനകരമായ ഒരു അവസ്ഥയാണ്. കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദൈവജനമേ, ഈ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അതിനായി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. അവസാന നാളിൽ ദൈവം നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും തമ്മിൽ വേർതിരിക്കുമ്പോൾ നമ്മുടെ സ്ഥാനം എവിടെയാണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യജീവനോ അല്ലെങ്കിൽ നിത്യശിക്ഷാവിധിയോ? ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കട്ടെ. നാം നല്ല മത്സ്യമാണോ അതോ ഉപേക്ഷിക്കപ്പെട്ടതോ? നമുക്ക് ചിന്തിക്കാം. ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ പൗരന്മാരായി അവസാന ന്യായവിധിയിൽ നീതിമാന്മാരുടെ കൂട്ടത്തിൽ നിലകൊള്ളുവാൻ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളെ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.